തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിനെന്ന് ചെന്നൈയിലെ സെന്റ് ജോർജ് കോട്ട സാക്ഷ്യം വഹിച്ചു. നടൻ വിജയ് ഇന്ന് വെറുമൊരു താരമല്ല, ഔദ്യോഗികമായി തമിഴ്നാട് നിയമസഭാ അംഗമാണ്. തമിഴകത്തെ വരുംകാല രാഷ്ട്രീയം ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമെന്നോണം ഇന്ന് നിയമസഭയിൽ സി ജോസഫ് വിജയും ഉദയനിധി സ്റ്റാലിനും ഒരേ സമയം നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് വിജയ് അടക്കം 99 പുതുമുഖങ്ങളാണ് ഇന്ന് സഭയിലെത്തിയത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് ഇന്ന് ചെന്നൈ സെന്റ് ജോർജ് കോട്ട സാക്ഷ്യം വഹിച്ചു. ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതി സി ജോസഫ് വിജയ് ഔദ്യോഗികമായി തമിഴ്നാട് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. പ്രോട്ടേം സ്പീക്കർ കറുപ്പയ്യയാണ് വിജയ്ക്കും മറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സിനിമയിലെ മാസ് എൻട്രികളെ അനുസ്മരിപ്പിക്കും വിധം വലിയ ആവേശത്തോടെയാണ് വിജയ് സഭയിലേക്ക് എത്തിയത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ മുന്നേറ്റമാണ്. വിജയ്ക്കടക്കം TVKയിൽ നിന്ന് 99 പുതുമുഖങ്ങളാണ് ഇന്ന് ആദ്യമായി നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പരമ്പരാഗത ശക്തികളായ DMKയ്ക്കും ADMKയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ യുവനിര സഭയിൽ അണിനിരക്കുന്നത്. വിജയോടൊപ്പം 99 TVK അംഗങ്ങളും സഭയിലെത്തി എന്നത് വരാനിരിക്കുന്ന ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങളുടെ ചൂട് വർദ്ധിപ്പിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചതോടെ സഭയിലെ നടപടിക്രമങ്ങൾ വേഗത്തിലായിരിക്കുകയാണ്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന നിർണായകരമായ വിശ്വാസ വോട്ടെടുപ്പിലേക്കാണ്. പുതിയ സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെ വിജയുടെയും സംഘത്തിന്റെയും ഓരോ നീക്കവും തമിഴകത്ത് നിർണായകരമാണ്. തമിഴ് നിയമസഭയിൽ ഇന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ മറ്റൊരു പ്രധാന ആകർഷണം ഉദയനിധി സ്റ്റാലിനായിരുന്നു. DMKയെ സംബന്ധിച്ചിടത്തോളം ഈ സഭ പുതിയൊരു പരീക്ഷണശാലയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം MK സ്റ്റാലിൻ എന്ന അതികായന്റെ അസാന്നിധ്യത്തിൽ DMK നിരയെ സഭയ്ക്കുള്ളിൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉദയനിധി സ്റ്റാലിലൂടെ പാർട്ടി ഇന്ന് ഉത്തരം നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന DMK നേതാക്കളും അപ്രതീക്ഷിത പരാജയം നേരിട്ട തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയെ നയിക്കാൻ യുവരക്തമായ ഉദയനിധിയെ DMK ഉപയോഗിച്ചിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ ഇന്ന് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ അഭാവത്തിൽ ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ സഭയിലെ രാഷ്ട്രീയ പോരാട്ടം വിജയ് വേഴ്സസ് ഉദയനിധി സ്റ്റാലിൻ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ രണ്ട് യുവ നേതാക്കൾ മുഖാമുഖം വരുമ്പോൾ സഭയ്ക്കുള്ളിൽ തീപാറുന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. TVKയുടെ 99 പുതുമുഖങ്ങൾക്കെതിരെ DMKയുടെ തന്ത്രങ്ങൾ മെനയേണ്ട ഉത്തരവാദിത്വം ഇനി ഉദയനിധിയുടെ ചുമലിലാണ്. ഭരണപക്ഷത്തില്ലെങ്കിലും സഭയിലെ DMKയുടെ ശബ്ദം ഉദയനിധിയിലൂടെ എങ്ങനെ മുഴങ്ങുമെന്നത് തമിഴകം ഉറ്റുനോക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതോടെ തമിഴ്നാട് നിയമസഭയിൽ ഇനി നടക്കാൻ പോകുന്നത് അധികാരത്തിന്റെ ബലാബല പരീക്ഷണങ്ങളാണ്. കേവലം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ അവസാനിക്കുന്നതല്ല ഈ സമ്മേളനം. സഭയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാകുമെന്ന് നിശ്ചയിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പും പുതിയ സർക്കാരിന്റെ ആയുസ് നിർണ്ണയിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പും വരും ദിവസങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കും. സഭാ നടപടികളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നാളെയായിരിക്കും നടക്കുക. TVKയുടെ 99 അംഗങ്ങളും മറ്റു സഖ്യകക്ഷികളും ചേരുമ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെത്തുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇതിനേക്കാളേറെ നിർണായകം വരാനിരിക്കുന്ന ബുധനാഴ്ചയാണ്. ബുധനാഴ്ചക്കകം പുതിയ സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബുധനാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ ഗവർണർ നിർദ്ദേശിച്ചു എന്ന വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 234 അംഗ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 118 പേരുടെ പിന്തുണയാണ് ആവശ്യം. തനിക്ക് 120 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് വിജയ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സഭയ്ക്കുള്ളിലെ വോട്ടെടുപ്പ് ഫലം എന്താകുമെന്ന് പ്രവചിക്കാനാവില്ല. ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKയും ADMKയും ഈ വിശ്വാസ വോട്ടെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നതാണ് പ്രധാനം. വിപ്പ് ലംഘനങ്ങളും അപ്രതീക്ഷിത നീക്കങ്ങളും ഉണ്ടായാൽ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂടി നീങ്ങാൻ സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴകത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കും. തമിഴ്നാട് നിയമസഭ ഇനി മുതൽ ഒരു താര പോരാട്ടത്തിന്റെയോ അതോ നയതന്ത്ര പോരാട്ടത്തിന്റെയോ വേദിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഉദയനിധിയും വിജയും നേർക്കുനേർ എത്തുമ്പോൾ സഭയ്ക്കുള്ളിൽ തീപാറുന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാളത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പും ബുധനാഴ്ചത്തെ വിശ്വാസ വോട്ടെടുപ്പും തമിഴകത്തെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പുറത്തു കൊണ്ടുവരും.